ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയ ഒരു പയ്യോളി സ്റ്റൈൽ ചിക്കൻ ഫ്രൈ. സംഭവത്തിൽ നമ്മൾ 1 കിലോ ചിക്കൻ എടുക്കുന്നുണ്ട്. ഇതിന് മസാല ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ കൊല്ലമുളക്, പെരിഞ്ജീരകം, നല്ല ജീരകം, പിന്നെ കുറച്ച് കുരുമുളക് ഇതെല്ലാം കൂടി ചൂടാക്കിയിട്ട് സൈഡിൽ എടുത്ത് വയ്ക്കും. നമ്മുടെ ചിക്കൻ എടുത്തിട്ട് ചെറിയ കഷ്ണാക്കി നുറുക്കിയിട്ട് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു ചെറിയ കഷ്ണം നാരങ്ങയുടെ നീര് ഇതെല്ലാം കൂട്ടി പറ്റിയിട്ട് ഒരു അരമണിക്കൂർ എടുത്ത് വയ്ക്കുക. ആ സെയിം ടൈമിൽ ഒരു മിക്സിയുടെ ബൗൾ എടുക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി ഇതെല്ലാം അരിഞ്ഞിട്ട് അതിടുക. പിന്നെ നമ്മൾ ചൂടാക്കി വെച്ചാൽ മുളകും കുരുമുളകൊക്കെ ഇല്ലേ അത് ഇടുക. ചെറിയ കഷ്ണം നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. പിന്നെ കുറച്ച് ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ അത്രയും കുരുമുളക് പൊടി, 1 സ്പൂൺ വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി നന്നായിട്ടാണ് അരച്ചെടുക്കുക. അരച്ചൊരു പേസ്റ്റ് പരുവത്തിലെടുത്തിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റി അരിപ്പൊടി, കോൺഫ്ലവർ, പിന്നെ നമ്മുടെ ചിക്കൻ ഇതെല്ലാം കൂടി കൂട്ടിപ്പറ്റി മാരിനേറ്റ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് പകർത്തിട്ട് ഒരു 1 മണിക്കൂർ എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഈ പാത്രത്തിൽ കുറച്ച് തേങ്ങ ചേർത്ത് സവാള ഇട്ട് നന്നായിട്ട് കൂട്ടി പറ്റാൻ എടുക്കുക. ഇതിന് സൈഡിലേക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് കറിവേപ്പിലയും പച്ചമുളകും വറുത്തെടുക്കും. അതൊരു സൈഡിലേക്ക് വയ്ക്കുക. ആ എണ്ണയിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് വറുത്തെടുക്കുക. ചിക്കൻ്റെ മൂപ്പ് എന്ന് പറയുന്നത് എണ്ണയിൽ പിന്നെ കുമ്പളകളൊന്നും വരില്ല, അതാണ് മൂപ്പ്. അപ്പോൾ ആ മൂപ്പ് ഒന്നാണ് ചിക്കൻ എടുത്ത് പുറത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മളെ തേങ്ങയും സവാളയും ചിരണ്ടി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി എണ്ണയിലിട്ട് നന്നായിട്ട് മൊരിച്ചിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് ആ ചിക്കൻ്റെ മുകളിലേക്ക് ഇടുക. എന്നിട്ട് ഒരു കഷ്ണം ചിക്കനും ഈ പൊരിയും എല്ലാം കൂടി കൊണ്ട് കഴിക്കുക. സംഭവം പൊരിയാണ്.